ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഓപ്ഷൻ ടേബിളിൽ ഒരിക്കലും എഴുതി തള്ളാൻ പറ്റാത്ത ചില ആളുകളുണ്ട്. അതായത് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ വട്ടം കൂടിയിരിക്കുന്ന കളവന്മാർ, പിന്നെ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ആ മൊട്ട, അവനെ സൂക്ഷിക്കണം. ആ മൊട്ട മറ്റുള്ളവർക്ക് പണിയെന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ അടിച്ച അണ്ണാക്കിലങ്ങ് കൊടുക്കും. ഓപ്ഷൻ ടേബിളിലെ മാസ് എപ്പോഴും ഡൽഹിയുടെ മൊട്ട തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. ഇടയിൽ നിങ്ങൾ ആരും എനിക്കെതിരെ ബോഡി ഷേമിങ്ങിന് കേസൊന്നും കൊടുക്കില്ല. ഞാൻ വെറുതെ ഒരു കൊളോക്കിയൽ സംഭവത്തിലങ്ങ് പറഞ്ഞ് പോകുന്നതാണ്. എനിക്ക് ഓൾറെഡി 1-2 കേസുകളുണ്ട് കുറേ വീഡിയോയുടെ പേരിൽ. അത് നമ്മൾ ഹെവി സാധനങ്ങളാണ്, അത് പോട്ടെ. അപ്പം ഡൽഹി ക്യാപിറ്റൽസ് തങ്ങളുടെ പ്ലേയേഴ്സിനെ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം ലോകേഷ് രാഹുലിനെ സ്വന്തമാക്കാൻ KKR വമ്പൻ ഹ്യൂമങ്ങസ് ഓഫറുമായിട്ട് വന്നിട്ടും വിടുന്നില്ല. കാരണം രാഹുൽ എന്ന ബ്രാൻഡിന് ഒരു വാല്യൂ ഉണ്ട്. പിന്നെ രാഹുലിന് ഡൽഹി വിട്ട് തൽക്കാലം പോകാനും താല്പര്യമില്ല, ക്യാപ്റ്റൻസിയുടെ പ്രശ്നം ഏറ്റെടുക്കാൻ താല്പര്യമില്ല എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ. അതവിടെ നിൽക്കട്ടെ. അതേസമയം ഡൽഹി 2 റിലീസുകൾക്ക് തയ്യാറെടുക്കുന്നുണ്ട് എന്നാണ് സ്വപ്നിൽ വാട്സിൻ്റെ റിപ്പോർട്ട്. ആ താരങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളത് നമ്മളെ ഞെട്ടിക്കും. സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ, പ്രായം തളർത്താത്ത നിലവിലെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിലെ ഒരേ ഒരു പോരാളി ഫാഫ് ഡുപ്ലസിസ്. അണ്ണൻ പ്രായം കൂടുന്തോറും കരുത്ത് കൂടി അണ്ണൻ്റെ ബൈസെപ്സൊക്കെ കാണാം, ഹെവിയാണ്. എൻ്റെ എല്ലാ ഡുപ്ലസിയുടെ ആ ഡുപ്ലസിയും ഓസ്ട്രേലിയയിലെ യങ് ബാറ്റിംഗ് സെൻസേഷനായിട്ടുള്ള നമ്മുടെ ജാക്ക് ഫ്രേസർ മക്ഗർക്ക്. ഇവൻ്റെ ഡെബ്യൂ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര സാധനമായിരുന്നു, അടാറടിയായിരുന്നു. പക്ഷേ കഴിഞ്ഞ സീസണിൽ അണ്ണൻ നനഞ്ഞ പടക്കം പോലെ ആയിപ്പോയി. പക്ഷേ ഈ ഒരു സീസണിൽ ബിഗ് ബാഷിലും അണ്ണനെ കൊണ്ട് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് എടുത്ത് പറയേണ്ടതാണ്. എന്താണെന്നറിയില്ല, തുടക്കത്തിൽ ആളിക്കത്തിയ ജാക്ക് ഫ്രേസർ മക്ഗർക്ക് പിന്നെ അങ്ങോട്ട് അണഞ്ഞു പോയി. പക്ഷേ ആളിക്കത്താൻ പൊട്ടൻഷ്യൽ ഉള്ളവൻ തന്നെയാണ്. പക്ഷേ അവനെയും കൂടി ഡൽഹി ക്യാപിറ്റൽസ് വിൽക്കാൻ പോവാണ്. അപ്പോൾ ഈ 2 വെടിക്കെട്ട് ബാറ്റ്സ്മാൻമാരെ വിറ്റ് കളയുന്നത് ഒരു മോശം സമീപനമായിട്ട് പലരും പറയുന്നുണ്ട്. പക്ഷേ അവർക്ക് നല്ല അടാറ് താരങ്ങളുണ്ട്, അത് വേറെ കാര്യം. ഈ 2 താരങ്ങളെ വിൽക്കാനും മൊട്ട തീരുമാനിച്ചിട്ടുണ്ട്. സോ മുട്ട എഴുതിത്തള്ളാൻ പറ്റത്തില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ കാണാതെ ഡൽഹി ഇങ്ങനെ ചെയ്യത്തില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇതിൻ്റെ അഭിപ്രായം നിങ്ങളൊന്ന് പറഞ്ഞേക്കാം. അതായത് ഡൽഹി 2 താരങ്ങളെ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഫാഫ് ഡുപ്ലസിയും പിന്നീട് നമ്മുടെ ജാക്ക് ഫ്രേസർ മക്ഗർക്കിനെയും. എന്തായും എങ്ങനെയാവും എന്നൊന്നും അറിയില്ല. ഇവർ 2 പേരും നല്ല പൊട്ടൻഷ്യലുള്ള പ്ലേയേഴ്സ് തന്നെയാണ്. ഡൽഹിയാണ് കിരീടം ഇല്ലെങ്കിലും കച്ചവടം അറിയാവുന്ന മുട്ടയുള്ളപ്പം ഡൽഹിയെ എഴുതി തള്ളിയാൽ അണ്ണാക്കിലടി കിട്ടും.